ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശോപ്പ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടാലുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ്, ഞങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയവും ഞങ്ങൾക്കത് അനുഗ്രഹകരമാക്കി അങ്ങ് മാറ്റണമേ കർത്താവെ. ദൈവികമാകുന്ന അനുഗ്രഹം പകരുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കൃപ ചെയ്യുന്നതുമാക്കി അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് പ്രാപിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വരേണ്ടുന്ന സകലരെയും അങ്ങ് കൂട്ടി വരുത്തിയാലുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ഓൺലൈൻ ബൈബിൾ ക്ലാസ് കർത്താവെ, എല്ലാവർക്കും അനുഗ്രഹകരമാകാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്താലുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം നീട്ടി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി നന്ദി. സകലമാനവും മഹത്വം പോഴ്ചങ്ങയ്ക്ക് മാത്രം നൽകുന്നു, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശരി, കർത്താവ് നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്നവരൊന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ 2 ക്ലാസ്സുകളിലായി, ഇത് 3ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? നമ്മൾ പഠിച്ചു വരുന്ന വിഷയം അറിയോ ആർക്കെങ്കിലും? യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവനീതി എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവനീതി എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിങ്ങൾ ദയവായിട്ട് ഓർക്കുക. അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അങ്ങേ ക്ലാസ്സിലുള്ള, എന്ന് വെച്ചാൽ 1 ക്ലാസ് പുറകിലുള്ള ക്ലാസ്സിലെ ബൈബിൾ ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറയുമ്പം ഈ ലാസ്റ്റ് ഞായറാഴ്ച ക്ലാസ് ഇല്ലായിരുന്നു, അതിന് മുമ്പിലത്തെ ആഴ്ചയിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ 2ാമത്തെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് 3ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം. അതിലൂടെ ഈ വിഷയം ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാനായി കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദയവായി നിങ്ങളുടെ കരങ്ങളിൽ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിന് സാഹചര്യമുണ്ടെങ്കിൽ ഒരു പേപ്പറും പേനയൊക്കെ കയ്യിലെടുക്കുക, ബൈബിൾ അടുത്ത് വച്ചേക്കുക. നിങ്ങൾക്ക് ദൈവവചനം എഴുതാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, എഴുതാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നല്ലതായിട്ട് ശ്രദ്ധിച്ചാലും ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. അല്പസമയത്ത് നമ്മൾ ഈ വിഷയം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്, നമ്മൾ പ്രാരംഭമായി ഏത് വാക്യത്തിൽ നമുക്ക് ആരംഭിക്കാം? ലൂക്കോസിൻ്റെ സുവിശേഷം 18ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് നോക്കി. ലൂക്കോസിൻ്റെ സുവിശേഷം 18ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18ാമത്തെ അധ്യായം, അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യം. ശരി, ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം തന്നെത്താൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശരി, നമ്മളിവിടെ ഇപ്പോൾ 2 പേരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് കാണുന്നത്. ഒരാൾ ചുങ്കക്കാരൻ, മറ്റേയാൾ പരീശൻ. ഈ ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, ചുങ്കക്കാരനാണെങ്കിൽ താൻ പാപി എന്ന ബോധ്യം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, ആ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തോട് എന്തോ പറഞ്ഞേ? ദൈവമേ, ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഓക്കെ, അപ്പൊ അവിടെ ഒരു കാര്യം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ
ദൈവമേ, ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വച്ച് ഈ മനുഷ്യന്, ചുങ്കക്കാരന്, ഒരു കൃപ ലഭിച്ചു. എന്തുവാണ്? അവൻ നീതീകരിക്കപ്പെട്ടു. ശരി. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതീകരണം എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവം മുമ്പാകെ നമ്മളെ നിൽക്കുമാറാക്കുന്നതിനെ പറയുന്ന പേരാണ് ദൈവിക നീതീകരണം. മനസ്സിലാവും? നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം മുമ്പാകെ എങ്ങനെ നിൽക്കുമാറാക്കുക? കുറ്റമില്ലാത്തവരായി നമ്മളെ നിൽക്കുമാറാക്കുക. ഓക്കെ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ മുമ്പാകെ ദൈവം നമ്മെ നിർത്തുമ്പോൾ എങ്ങനെ നിർത്തുന്നേ? നീതീകരിക്കപ്പെട്ടവരായി നിൽക്കാൻ ദൈവം കൃപ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്, അഥവാ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകൾ വന്നുപോയത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ തന്നെ തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകാതെ ആ തെറ്റുകളെ അനുദപിച്ചുകൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവം ആഗ്രഹിക്കും വണ്ണം ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ എന്ത് ചെയ്യും? കുറ്റ മനസാക്ഷി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റി കുറ്റമില്ലാത്തവരായി ദൈവം മുമ്പാകെ നിൽക്കുവാനുള്ള യോഗ്യത ദൈവം നമുക്ക് കൃപയാൽ നൽകുന്നു. ഹല്ലേലൂയ. ശരി. അതിന് വേറൊരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചൊരു കാര്യമാണ് ലൂക്കോസ് 15:22. ഒന്ന് നോക്കിയേ, ലൂക്കോസ് 15:22. അവിടെ നീതി എന്ന് പറയുന്നത്, ദൈവിക നീതി എന്ന് പറയുന്നത് നമുക്ക് ആത്മീയമായി ധരിക്കപ്പെടുന്ന വസ്ത്രം പോലെ, ആത്മീയമായി ധരിക്കപ്പെടുന്ന സൗണ്ട് ഒന്ന് ശരി, ആത്മീയമായി ധരിക്കുന്ന വസ്ത്രം പോലെയാണ്. ഓക്കെ. ദൈവം വായിച്ച് നിൽക്കുമ്പോൾ ആത്മീയമായി ധരിക്കപ്പെടുന്ന വസ്ത്രം പോലെയാണ് എന്തെന്ന് പറയുന്നത്? ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വസ്ത്രം, ആത്മീയമായ വസ്ത്രം ധരിക്കപ്പെടുന്നത് പോലെയാണ്. നമ്മൾ ബൈബിളിൽ ഇതിന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എഫെസ്യർ 6:14 എന്ന് വായിച്ച. എഫെസ്യർ 6:14. എഫെസ്യർ 6:14. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ശരി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? നീതി എന്ന കവചം ധരിച്ചു. ഞാൻ പറഞ്ഞു, നീതി എന്ന് പറയുന്നത് എന്തുപോലെയാണ്? ആത്മീയ വസ്ത്രം പോലെയാണ്. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ദൈവം ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രം, ആത്മീയ വസ്ത്രം എങ്ങനെ ആയിത്തീരണം? വെണ്മയുള്ളതായിരിക്കണം. വെണ്മയുള്ളതായിരിക്കണം. കറ പിടിച്ചതാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അഥവാ കറ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ അതിനെ കഴുകിക്കളഞ്ഞ് ദൈവമുമ്പാകെ തീരുമാനത്തോടെ ഒരു പുതിയൊരാരംഭത്തിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തെ ദൈവം എന്ത് ചെയ്യും? പുതുതാക്കി മാറ്റും. അഴുക്കുകളെല്ലാം മാറ്റി അശുദ്ധികളെല്ലാം കഴുകിക്കളഞ്ഞ് ആത്മീയ വസ്ത്രത്തെ പുതുക്കും. ഹല്ലേലൂയ. ഞാൻ ഈ നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ നിലനിന്നാൽ, വീഴ്ച വരാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഈ എന്തുവാണ് ഈ നമ്മുടെ ഈ സൂപ്പർ മാളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ, ഇപ്പോൾ പോത്തീസിലോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്കവിടെ സ്റ്റെപ്പുണ്ട്. ഈ താനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പുണ്ട് അല്ലേ? അപ്പം ആ സ്റ്റെപ്പിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ നടന്നു കയറേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഫസ്റ്റ് ചവിട്ടുപടിയിൽ ചെന്ന് കാല് കൊണ്ട് വച്ചാൽ മതി അല്ലേ? അതിൽ കൊണ്ട് കാല് വെക്കുന്ന ഉടനെ, അതെ, നമ്മൾ കാല് വെക്കുന്ന ഉടനെ എന്ത് ചെയ്യും? അത് നമ്മെ പതുക്കെ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യും? അടുത്ത നിലയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും അല്ലേ? ഇതുപോലാണ് നമ്മൾ ദൈവകൃപയെ നിലനിന്ന് കഴിഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് പറ്റി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു നിലവാരത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്തുന്ന അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. പക്ഷെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാലിടറിപ്പോയാൽ,
കാലിടറിപ്പോയാൽ അടുത്ത ദൈവം എന്തോ ചെയ്യുന്നത്? നമ്മളെ തള്ളിക്കളയുന്നില്ല. നമ്മൾ വീണുപോയാൽ നമ്മളെ തള്ളിക്കളയുന്നില്ല. ദൈവം നമുക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? വീണ്ടും ആ ദൈവകൃപയിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള, വീണ്ടും ആ സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ദൈവകൃപ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പദങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മൾ ഈ ദൈവിക നീതീകരണം എന്നുള്ള വിഷയത്തിൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു എന്നുള്ള ഈ വിഷയത്തിനകത്ത് ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇതിനോട് സാമ്യമായി ചേർന്ന് നിൽക്കുന്ന ചില വാക്കുകളുണ്ട്. ഞാനിപ്പം ഒരു ഇതുണ്ട്, ചാർട്ടുണ്ടായി എഴുതി കാണിച്ചത്. നീതീകരണത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വേറൊരു വാക്കുകളാണ് വിശുദ്ധി, അല്ലെ? വിശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണമുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു വാക്കാണ് കൃപ എന്ന് പറയുന്നത്. കൃപ, ദൈവത്തിന്റെ കൃപ. ഓക്കെ, അതുപോലെ ദൈവത്തിന്റെ കരുണ, ദയ, ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ശുദ്ധ നീതി. എന്നെ ദൈവം കുറ്റമില്ലാത്തവനായി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു എന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് എനിക്ക് എന്ത് ലഭിച്ചത്? നീതീകരണം ലഭിച്ചത്, അല്ലേ? ഞാൻ നമ്മളിപ്പോൾ കുറ്റക്കാരനല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? നമ്മൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്നാണ്, അല്ലേ? പാപമില്ല എന്ന് പറയുന്നത് നമ്മൾ കള്ളം പറയുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ വാക്കിലോ ഒരുപക്ഷെ ജന്മപാപമായിരിക്കാം, അല്ലെങ്കിൽ കർമ്മപാപമായിരിക്കാം. എവിടെയൊക്കെയോ പാളിച്ചകൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ആണോ അല്ലേ? അപ്പൊ ദൈവം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എനിക്ക് പാപമില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മെ ശുദ്ധീകരിച്ചത്, അപ്പോൾ നമ്മെ കുറ്റമില്ലാത്തവരായി നിർത്തിയത് ഏതാണ്? ദൈവം എന്നെ വിശുദ്ധീകരിച്ചപ്പോഴാണ്, അല്ലേ? എന്നെ കുറവുണ്ടായിരുന്നു. ആ കുറവിന് യേശു എന്ത് ചെയ്തു? എന്നെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. അപ്പൊ ശുദ്ധീകരണം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ എന്തായി മാറിയത്? ദൈവ മുമ്പാകെ കുറ്റമില്ലാത്തവനായി മാറിയത്. ഇനി ഞാൻ ഈ കുറ്റമില്ലാതെ ആകാൻ ദൈവം എനിക്ക് എന്ത് ചെയ്തു? കൃപ ചെയ്തത് കൊണ്ടാണ്, അല്ലെ? കൃപ ചെയ്തത് കൊണ്ടാണ് യേശുവിന്റെ രക്തം എന്നെ എന്ത് ചെയ്തത്? ശുദ്ധീകരിച്ച് നീതിമാനാക്കി മാറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്ത് ദൈവം കാണിച്ചത് കൊണ്ടാണ്? കൃപ കാണിച്ചത് കൊണ്ടാണ്. എന്ത് കാണിച്ചുകൊണ്ടാണ്? കൃപ കാണിച്ചത് കൊണ്ടാണ്. ശരി, കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കൃപ എന്ന വാക്കിന്റെ അർത്ഥം? ഹല്ലേലൂയ. കൃപ എന്ന പറഞ്ഞു ആർക്കെങ്കിലും അറിയോ കൃപ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം നമുക്ക് തരുന്ന ശരി, കൃപ എന്ന് പറഞ്ഞ അർഹിക്കാത്തടുത്ത് ദൈവം നൽകുന്ന ദൈവിക കരുണയും ദാനവുമാണ്. എന്ന് വെച്ചാൽ ദൈവം അർഹിക്കാത്തടുത്ത് ദൈവം കാണിക്കുന്ന ഔദാര്യമാണ്, ദൈവം നൽകുന്നതാണെന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത്. അവിടെ യോഗ്യത ഉണ്ടായിട്ടല്ല, യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം കാണിക്കുന്ന ദൈവത്തിന്റെ എന്തുവാണ്? ഔദാര്യ ദാനമാണെന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത്. കൃപ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മിച്ചോണേ. അപ്പൊ ദൈവം എന്നെ കൃപ കാണിച്ചത് കൊണ്ട് എന്നെ എന്ത് ചെയ്തു? യേശുവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചു. ഞാൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടത് കൊണ്ട് ഞാൻ എന്തായി മാറി? ദൈവ മുമ്പാകെ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി, ദൈവ മുമ്പാകെ ഞാൻ നീതിമാനായി മാറി. ആ കാര്യം മറന്നു പോരുതേ. ശരി, അപ്പോ നീതി എന്ന് പറയുന്നത് എന്തെന്നാ അവിടെ നമ്മൾ എഫെസ്യ ലേഖനം 6:14 നമ്മൾ വായിച്ചേ. എഫെസ്യർ 6:14 നമ്മൾ വായിച്ചു. എന്താണ് ആ നീതി എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ എന്താണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യവും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടി, നീതി എന്ന കവചം ധരിച്ചും. നീതി എന്ന കവചം ധരിച്ചും എന്ന് പറഞ്ഞാൽ ഇതൊരു കവചം പോലെയാണ്, പ്രൊട്ടക്ഷനാണ്. ഹല്ലേലൂയ. കാരണം പിശാച് ഫൈറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് എന്തെന്ന് പറയുന്നത്? കുറ്റബോധം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ദൈവമുമ്പാകെ ക്ഷമ ചോദിച്ചിട്ടും മനസ്സിൽ നീ ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന കുറ്റബോധം കൊണ്ട് പിശാച് വേട്ടയാടുന്നെങ്കിൽ മനസ്സിലായിക്കോളണം അതെന്താണ്? അത് പിശാച് എൻ്റെ ചിന്തയിലേക്ക് അമ്പ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ചിന്താമണ്ഡലത്തിൽ ദൈവം എനിക്ക് എന്നെ നീതീകരിച്ചിട്ടും ദൈവം എന്നെ വിശുദ്ധീകരിച്ചിട്ടും എന്നെ എന്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല? ആ ഉറപ്പിൽ നടക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ
അതുകൊണ്ട് നീതീകരിക്കപ്പെടുന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നതിനെ ദൈവം എങ്ങനെയാ വച്ചേക്കുന്നത്? ഒരു എന്തുവാണ് നീതി എന്ന കവചം പോലെയാണ്. കവചം പോലെ എന്ന് പറയുമ്പോൾ അതിനെ തൊടുന്ന നമ്മുടെ ദേഹത്തത് കൊള്ളാതെ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊള്ളാതെ അതൊരു കവചമായി നമ്മൾ നിൽക്കും. ശരി, ഹല്ലേലൂയ. ധൈര്യമായി നമുക്ക് ദൈവസഭയിൽ എന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാനായി കഴിയും. ശരി, അവിടെ മ്യൂട്ട് ചെയ്തതാണ് എന്റെ സൗണ്ട്. ഓക്കെ, സൗണ്ട് മ്യൂട്ട്. ഓക്കെ, ചേച്ചിയുടെ സൗണ്ട്. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 15:22 ഒന്ന് നോക്കിയേ. ലൂക്കോസ് 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ലൂക്കോസ് 15:22. ഹല്ലേലൂയ, നന്ദി യേശുവേ. ലൂക്കോസ് 15:22 ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ശരി, അപ്പൻ തന്റെ ദാസന്മാരോട് പറയുകയാണ്, ഇവൻ എന്ത് ചെയ്യുവിൻ? മേത്തരമായ അങ്കി കൊണ്ടുവന്ന് എന്ത് ചെയ്യുവിൻ? അവനെ ധരിപ്പിപ്പിൻ. ശരി, നിങ്ങൾക്ക് ആ സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് അറിയാവോ? ആരോട് പറഞ്ഞു എന്നുള്ള കാര്യം അറിയാവോ? നിങ്ങൾ ആ സന്ദർഭം എന്ന് പറഞ്ഞ്, ആ മുടിയനായ പുത്രൻ എന്ത് ചെയ്യുന്നു? മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അല്ലേ? നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു അല്ലേ? രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അതില് എന്തുവാണ്, ഇളയവൻ പോയിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് വേണം? എൻ്റെ ഷെയർ വേണമെന്ന് പറഞ്ഞു. ഷെയർ വേണമെന്ന് പറഞ്ഞ് പൈസ എന്ത് ചെയ്തു? തനിക്കുള്ള സമ്പാദ്യം നേടിയതിന് ശേഷം അതുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു അല്ലേ? അപ്പൻ്റെ നിന്ന് ദൂരത്ത് പോയി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. അപ്പോൾ എന്തോ ബൈബിൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് ദൂരെ ചെന്ന് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ ജീവിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ സമ്പാദ്യം മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്തായി മാറി? തനിക്ക് മുട്ടുവന്ന് തുടങ്ങി, തനിക്ക് വിശന്നു തുടങ്ങി, തൻ്റെ വസ്ത്രം മുഷിയാൻ തുടങ്ങി. അടുത്തെന്ത് ചെയ്തു? അവിടെ ദേശത്തൊരു ക്ഷാമം വന്ന സമയത്ത് അതിനോട് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ആരേർപ്പെട്ടു? ഈ അല്ലെ ഏറ്റവും നല്ല ധനവാനായിരുന്ന അപ്പൻ്റെ മകൻ അല്ലെ? ആ മകൻ എന്ത് ചെയ്യേണ്ടി വന്നു? എരന്ന് നടക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാരോട് ഒരു ആഹാരത്തിന് പോലും ഇരക്കുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ ഉടനെ മോന് സുബോധം വന്നു അല്ലെ? സുബോധം വന്നപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ പോവാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോൾ തൻ്റെ വസ്ത്രം മുഴുവൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? മുഷിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഉടനെ നിങ്ങൾ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഈ മകൻ എന്ത് ചെയ്യുന്നു? അപ്പൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുകയാണ്? മടങ്ങി വന്നതിന് ശേഷം, മടങ്ങി വരുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ മകൻ എന്ത് ചെയ്യുകയാണ്? മടങ്ങി വരുമ്പോൾ അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ അങ്ങയോട് എന്ത് ചെയ്തു? സ്വർഗത്തോട് പാപം ചെയ്തു. ഇനി നിന്റെ മോനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കരഞ്ഞു. ഉടനെ അപ്പൻ പറഞ്ഞൊരു വാക്കാണ്. അപ്പൻ എന്ത് ചെയ്തു? അവനെ ചുംബിച്ച ഉടനെ ദാസന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, അവന്റെ ഈ മുഷിഞ്ഞ വസ്ത്രം എടുത്തു മാറ്റിക്കോ. അവൻ്റെ അടുത്ത് വന്നല്ലോ, ഇനി എന്തോ ചെയ്യണ്ടേ? ഈ മുഷിഞ്ഞ വസ്ത്രം അങ്ങ് മാറ്റിക്കോ. ഹല്ലേലൂയ. പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? മേത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ. ഈ മേത്തരമായ അങ്കി എന്ന് പറയുന്ന ആ വസ്ത്രമാണെന്ന് പറയുന്നത് നീതിയുടെ വസ്ത്രം എന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രത്തോടെ അപ്പൻ്റെ അടുത്ത് നിൽക്കാൻ ഇവൻ എന്തുമായിരുന്നു? ഇവൻ വലിയ കുറ്റബോധമായിരുന്നു. മുഷിഞ്ഞ വസ്ത്രത്തോടെ അപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തനിക്ക് ധൈര്യമായി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവൻ്റെ വസ്ത്രം മാറി മേത്തരമായ അങ്കി അവന് ലഭ്യമായപ്പോൾ അപ്പൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കാരണം വസ്ത്രം മാറിയ ഉടനെ അവന് മനസ്സിലായി, അവൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? അപ്പൻ്റെ മുമ്പിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ നിന്നാൽ മതി? തല ഉയർത്തി എനിക്ക് നിൽക്കാമെന്ന ധൈര്യം. ഇതുപോലെയാണ് സ്വർഗീയ പിതാവ് നമുക്ക് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവമുമ്പാകെ ധൈര്യത്തോടെ നിൽക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് കൃപ നൽകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി യേശു കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് മറുവിലയായി തന്നു അല്ലെ? ആ കാര്യം മറന്നു പോരുതേ. യേശു കർത്താവ് തൻ്റെ മുൻപാകെ നമ്മൾ അടുത്ത് ചെല്ലേണ്ടതിന് ബൈബിളിൽ എവിടെ നമ്മൾ കാണുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ അല്ലേ?
അവിടെ എന്തോ കാണുന്നത്? എബ്രായർ 4-ന്റെ അവസാന വാക്യത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃപ പ്രാപിക്കാനും ദൈവത്തിൽ, അല്ലെ, നമ്മളങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, നോക്കിയേ. എബ്രായ ലേഖനം നിങ്ങൾ കിട്ടിയവരുണ്ടെങ്കിൽ വായിച്ചോ. ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് അടുത്ത് ചെല്ലുക എന്നുള്ള വാക്യം എന്തുവാണ്? 16-ാം വാക്യം. 16-ാം വാക്യം എന്താ പറയുന്നത്? 4-ന്റെ-16. കിട്ടിയവരുണ്ടെങ്കിൽ വേഗത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾ വായിച്ചോ കേട്ടോ. എബ്രായർ 4. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ധൈര്യത്തോടെ എന്ത് ചെയ്യുക? കൃപാസനത്തിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുക? അടുത്ത് ചെല്ലുക. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം എപ്പോഴും നമ്മെ സ്വീകരിക്കുന്ന മനസ്സുള്ള കർത്താവാണ്. ദൈവം നമ്മെ മാറണയ്ക്കുന്ന ഹൃദയമുള്ള കർത്താവാണ്. നമ്മളെ അകറ്റുന്ന ദൈവമല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തെ വിട്ട് ഓടല്ലെന്ന് പറയുന്നത്. ദൈവത്തോട് അടുത്ത് ചെന്ന് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൽ നിന്ന് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാപിക്കാനായി കഴിയും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാനും വീണ്ടെടുക്കപ്പെടാനും ശുദ്ധീകരിക്കപ്പെടാനും എല്ലാം എന്തുണ്ട്? ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യ വേളകളിൽ, ജീവിതത്തിൻ്റെ മേഖലയിൽ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ ഒരു മറവ് നമുക്ക് ആവശ്യമായി വരുമോ, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ കൃപയുടെ മറവിൽ ഓടി അടുത്ത് ചെല്ലുകയാണ് വേണ്ടത്. മനസ്സിലായി? കരുണ പ്രാപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ, കൃപ പ്രാപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക. 2 കൊരിന്ത്യർ 5:21 വായിച്ച്. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ എന്താകേണ്ടതിന്? നീതിയാകേണ്ടതിന് എന്തായി? അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അവൻ പാപം അറിയാത്തവനായിരുന്നു. യേശു കർത്താവ് പാപം അറിയാത്തവനായിരുന്നു. പക്ഷെ നമുക്ക് നീതി ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുഷിഞ്ഞ വസ്ത്രവും അതിൻ്റെ ശിക്ഷകളും മുഴുവൻ ആരെ ഏറ്റെടുക്കുക? പാപം അറിയാത്ത യേശു ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നിട്ട് എന്നെ നിങ്ങളെയും എന്ത് ചെയ്യുക? സ്വതന്ത്രരായി വിടുക. എന്ന് വെച്ചാൽ ദൈവിക സ്വാതന്ത്ര്യം തന്ന് വിടുക എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. കാരണം എന്താകാനാ? നമ്മൾ എന്താകാൻ വേണ്ടിയാണ്? ദൈവത്തിൻ്റെ നീതിയാകാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ നീതിയാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശരി, അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ സമയം മനസ്സിലായി. നിങ്ങൾ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1 യോഹന്നാൻ 1:9 മുതൽ 2-ാം അധ്യായം 1 വരെയുള്ള വാക്യം നിങ്ങൾ പിന്നീടിരുന്ന് വായിച്ചു നോക്കണേ. 1 യോഹന്നാൻ 1:9 മുതൽ 2-ാം അധ്യായം 1-ാം വാക്യം ഇന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, 1 യോഹന്നാൻ 1:9 മുതൽ 2:1 വരെ. ഓക്കെ, ശരി. നമ്മൾ ഇന്ന് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദൈവിക നീതി ഇത്രയും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അധരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഏറ്റുപറയേണ്ട ഒന്നാണ്. മനസ്സിലാകുന്നു? ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മനസാക്ഷിയിൽ ദൈവം ഒരു ശുദ്ധീകരണം പകർന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വാ തുറന്ന് എന്ത് ചെയ്യണം? ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ ദൈവം വിടുവിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ അധരം തുറന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പറയേണ്ടതായി വരും. മനസ്സിലാകുന്നുണ്ടോ? വാ തുറന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ചില സമയം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ വാ തുറന്ന് പറയണം. ഞാൻ ആരുടെ വകയാണ്? യേശുവിൻ്റെ വകയാണ്. ഞാൻ ക്രിസ്തേശുവിലാണ്. എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരിച്ചിരിക്കുന്നു. എന്നെ ദൈവം എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവെന്ന് വാ തുറന്ന് പറയേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? വാ തുറന്ന് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയേണ്ടതാണ്.
ആമേൻ. ശരി, അത് ഞാനൊരു വാക്യം കാണിച്ചത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 1:30-31 വാക്യം. 1 കൊരിന്ത്യർ 1:30-31 വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-31 വാക്യം. കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-31 വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം. ശരി, ഞാൻ വായിക്കാവേ. നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതി, ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് ആകേണ്ടതെന്ന് തന്നെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത്? നിങ്ങൾ നോക്കിയേ. നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ പറയണം. എന്തുവാണ്? കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ ഉറപ്പോടെ പറയണം, യേശുവിനെ വിശുദ്ധീകരിച്ചതിനായി നന്ദി. മനസ്സിലാകും? ഇവിടെ നോക്കിയേ, യേശു കർത്താവ് എന്തൊക്കെയായി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് എനിക്ക് എന്തൊക്കെയായി? ഒന്ന്, എനിക്ക് ജ്ഞാനമായി മാറി, അല്ലേ? എനിക്ക് ദൈവിക ജ്ഞാനമാണ് എനിക്ക് ആവശ്യം, ആണോ അല്ലേ? നമ്മളിൽ ദൈവിക ജ്ഞാനമല്ലേ ആവശ്യം? നമ്മളിൽ പിശാച് കൊണ്ടിടുന്ന സംശയങ്ങളും അല്ലെ ലോകം കൊണ്ടിടുന്ന സംശയങ്ങളും കൊണ്ട് നിറയുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്തുവാ ചെയ്യേണ്ടത്? നമുക്ക് അത്യാവശ്യം എന്താണ്? ദൈവിക ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. കാരണം അതിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തേണ്ടതിന് ആവശ്യമായതെല്ലാം അതിനകത്തുണ്ട്. ഇപ്പൊ യേശു കർത്താവ് എനിക്ക് എന്താണ്? ഒന്ന്, എനിക്ക് ജ്ഞാനമാണ് എന്നുള്ളത്. ഞാൻ അറിയേണ്ടവണ്ണം കാര്യങ്ങൾ അറിയാനുള്ള ജ്ഞാനം എനിക്ക് യേശു നൽകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ അറിയേണ്ടവണ്ണം ഞാൻ കാര്യങ്ങൾ അറിയാനുള്ള ജ്ഞാനം യേശു എനിക്ക് നൽകുന്നു എന്ന് നിങ്ങൾ ഏറ്റു പറയണം. യേശു എനിക്ക് ജ്ഞാനമാണെന്ന് പറയണം. അടുത്തത് ജ്ഞാനമാണ്. പിന്നെ അടുത്ത യേശു എനിക്ക് എന്താണ്? നീതിയാണ്. യേശു എന്നെ നീതീകരിച്ചു, യേശു എന്നെ നീതീകരിച്ചു എന്ന് മാത്രം ഒന്ന് പറയണം. ദൈവത്തിന് മുമ്പാകെ ഞാൻ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയണം. അടുത്തത് എന്താണ്? ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. യേശുവേ, അങ്ങനെ ശുദ്ധീകരിക്കുന്നതിനായി നന്ദി എന്ന് പറയണം. ഇതെല്ലാം നമുക്കുണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ഏറ്റു പറയണം. യേശു എന്നെ വിശുദ്ധീകരിച്ചു എന്ന് ഏറ്റു പറയണം, ശുദ്ധീകരിച്ചു എന്ന് ഏറ്റു പറയണം. അടുത്തെന്താണ്? വീണ്ടെടുപ്പ്. അല്ലെ, എന്തുവാണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും സമയത്ത് പിശാച് ജീവിതങ്ങളെ താഴേക്ക് തള്ളിയിട്ട് ഇനി നിനക്കൊരു അവസരമില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ വാ തുറന്ന് പറയണം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വാ തുറന്ന് പറയണം, യേശു നിങ്ങളുടെ വീണ്ടെടുപ്പാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വീണ്ടെടുക്കാനുള്ള വില ആര് മുടക്കി കഴിഞ്ഞു? യേശു ക്രൂശിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടുന്നതായ സകല വിടുതലുകളും അല്ലെ, സകല അതിന് വേണ്ടുന്ന എന്തുവാണ്? വില യേശു മുടക്കി കഴിഞ്ഞു, അല്ലെ? വീണ്ടെടുക്കാൻ കർത്താവിന് ശക്തിയുണ്ട്. യേശു ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞതിനാൽ എനിക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. അപ്പോ പിശാചിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ആരെയും പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല. പിശാചിന് ആരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? ഒതുക്കി പിടിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾക്ക് ആരുണ്ട്? വീണ്ടെടുപ്പുണ്ട്. അത് യേശുവിലൂടെ നിങ്ങളുടെയും എന്റെയും അവകാശമാണ്. എന്തൊക്കെയാണ്? ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ഒരു ദൈവ പൈതലിന്റെ അവകാശമാണ്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായത് പഠിപ്പിക്കുന്നത്? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ശരി, ഇത് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? വിശ്വാസത്താൽ സ്വീകരിക്കുക. ഇത് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാക്കുക. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണേ. ഒന്ന്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എങ്ങനെ സ്വീകരിക്കുക? ദൈവം ഇത് ഓൾറെഡി നമുക്ക് നൽകി കഴിഞ്ഞു. ക്രൂശിൽ അതിന് വേണ്ടുന്ന വിലയെല്ലാം യേശു മുടക്കി കഴിഞ്ഞു. പിന്നെ അങ്ങനെ എങ്ങനെ സ്വീകരിക്കേണ്ടത്? പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസത്താൽ സ്വീകരിക്കുക. എന്ത് ചെയ്യുക? വിശ്വാസത്താൽ സ്വീകരിക്കുക. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ ചെയ്യുക. അതിന്റെ മുമ്പിൽ പിശാച് എന്ത് ചെയ്യത്തില്ല? വെല്ലുവിളിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ട്?
ശരി. റോമർ 5:1 വേഗത്തിൽ ഒന്ന് വായിച്ച. റോമർ 5:1. റോമർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അതിനുശേഷം ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എങ്ങനെ നീതീകരിക്കപ്പെട്ടെന്നാ പറഞ്ഞേക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അപ്പൊ എങ്ങനെ നീതീകരിക്കപ്പെടാനാ പറയാ? ഇപ്പൊ നീതീകരിക്കപ്പെടാനുള്ള വില ആര് മുടക്കി? യേശു മുടക്കി. നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ, നമ്മെ കുറ്റമില്ലാത്തവരെ ദൈവമുമ്പാ നിൽക്കാനുള്ളതെല്ലാം യേശു എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ അതിനു വേണ്ടുന്നതെല്ലാം കർത്താവ് ചെയ്തു. ഇനി ഈ നീതി എങ്ങനെ പ്രാപിക്കാനാ പറയുന്നത്? വിശ്വാസത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാപിക്കുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? എങ്ങനെ സ്വീകരിക്കുക? വിശ്വാസത്താൽ പ്രാപിക്കുക. എങ്ങനെ പ്രാപിക്കുക? വിശ്വാസത്താൽ പ്രാപിക്കുക. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ്യത്തിൽ, ശാരീരിക ഭാഷ്യത്തിൽ ഒരുപക്ഷെ എന്ത് തോന്നണമെന്നില്ല? നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്ന് തോന്നില്ല. മനസ്സിലായോ? ഒരു വലിയ ആത്മീയ സന്തോഷം നിങ്ങളുടെ ഉള്ളത്തിൽ പകരപ്പെട്ടു എന്ന് ഒരുപക്ഷെ തോന്നണമെന്നില്ല. ആ സമയത്ത് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ദൈവവചനം വിശ്വസിച്ച് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വാസത്തോടെ കർത്താവെ എന്നെ നീതീകരിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു ചെല്ലാനായി കഴിയും. ഓക്കെ, അടുത്തു ചെല്ലാനായി കഴിയും. ഹല്ലേലൂയ. ശരി, നമുക്ക് രണ്ട് വാക്യം കൂടെ, 2-3 വാക്യം കൂടെ വേഗത്തിൽ നോക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, ഒരു പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാവേ. നിങ്ങൾ എല്ലാവരും മൈക്കിൽ കൂടെ പാടണമെന്നില്ല. കാരണം നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് പാടിയാൽ മതി. കാരണം അല്ലെങ്കിൽ ഞാൻ പാടുന്ന സമയവും നിങ്ങൾ പാടുന്ന സമയവും രണ്ട് ശബ്ദമായി പോവും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഒരു പാട്ട് പാടി 2-3 വരികൾ ഒന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാവേ. ഓക്കെ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി. നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. സൗഖ്യമായി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ, നീങ്ങിപ്പോയി ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓക്കെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് 1-2 വാക്യം കൂടെ നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിക്കാവേ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം ഒന്ന് നോക്കിയ. റോമർ 3:21 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് നിർത്തി ഒന്ന് നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യം. ഓക്കെ, ഒന്ന് നിർത്തി വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അല്ലെ? അടുത്ത, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അടുത്ത് നോക്കി,
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അടുത്ത് നോക്കി, അവന്റെ കൃപയാൽ ക്രിസ്തേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ ദൈവം നമ്മെ എന്ത് ചെയ്തത്? നീതീകരിച്ചിരിക്കുന്നത്. ഓക്കെ, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം എന്നെ എന്ത് ചെയ്യുന്നു? സൗജന്യമായത്രേ എന്ത് ചെയ്യുന്നത്? നീതീകരിക്കുന്നത്. ശരി, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവനീതി ഞാൻ പ്രാപിക്കേണ്ടതിന് എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുവാണ്? ഞാൻ എന്തെങ്കിലും ഒരു വില മുടക്കിയാലേ എനിക്ക് നീതി കിട്ടൂ എന്ന് ടെൻഷൻ അടിച്ചു പോകേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതും വിധേയപ്പെടുന്നതും ദൈവം കാണുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് പകരും? ദൈവത്തിന്റെ നീതിയുടെ ഉറപ്പിനെ കർത്താവ് പകർന്നു നൽകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വില മുടക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ ചിന്തിക്കും, ഞാനിനി കുറച്ച് എന്ത് ചെയ്യണം, ഒന്ന് വലഞ്ഞ് നടക്കുന്നത് ദൈവം ഒന്ന് കണ്ട് ഞാനിങ്ങനെ എന്തുവാണ്, കർത്താവെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു 7 ദിവസം അല്ലേ, ചില നിങ്ങളുടെ ഹൃദയത്തില് ദൈവിക സമാധാനം അഥവാ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് വരികയാണ്, ദൈവിക നീതി എനിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പൊ ചിന്തിക്കുക, ഞാൻ 7 ദിവസം എന്ത് ചെയ്യാൻ പോവാണ്? ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാൻ പോവാണ്? ദൈവിക നീതിയെ ഞാൻ പ്രാപിച്ചാലേ ചിലപ്പോൾ ഒരുപക്ഷെ എന്ത് ചെയ്യുള്ളൂ, ദൈവം എന്നോട് ക്ഷമിക്കുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് എന്ത് ചെയ്യരുത്? നിങ്ങളെ തന്നെ വലച്ചു കളയരുത്. കാരണം നിങ്ങളുടെ ചിന്തയില് ഞാൻ എന്തെങ്കിലും ഒരു വില മുടക്കിയാലേ ദൈവം നീതി നൽകൂ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ അവിടെ പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? കരുക്കൾ നീക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മേഖലകളിൽ എവിടെയെങ്കിലും ഒരു തിന്മയുടെ ഒരു അനുഭവം നിങ്ങൾ കണ്ട, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ കണ്ട, മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തെ എന്തുവാണ് ഞാൻ എന്തുവാണ് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ചിന്തിച്ചു പോയാൽ പിശാച് ആ പോയിന്റിനെ മുതലെടുത്ത് എന്ത് ചെയ്യുമെന്നറിയോ? വീണ്ടും നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? അടിച്ചമർത്തുന്ന ഒരു അനുഭവം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും എന്ത് ചെയ്യും? അത് തന്നെ ഒരു അവസരമെന്ന് വിചാരിച്ചിട്ട് പിശാച് ചിലപ്പോൾ എന്ത് ചെയ്യും? അവസരങ്ങൾ വീണ്ടും മുതലെടുത്ത് എന്ത് ചെയ്യും? വീണ്ടും ഭാരപ്പെടുത്തി ഞെരുക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് എന്നെ തന്റെ രക്തത്താൽ, തന്റെ കരുണയാൽ, തന്റെ കൃപയാൽ എന്നെ നീതീകരിച്ചത് എങ്ങനെയാണ്? സൗജന്യമായാണ് എന്നെ നീതീകരിക്കുന്നത്. ശരി, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? നീതീകരിക്കപ്പെട്ടു. ഇന്നും ഞാൻ നീതീകരിക്കപ്പെട്ടവനായി നടക്കുന്നു. നാളെയും എന്നെ നീതീകരിക്കപ്പെട്ടവനായി ദൈവം എന്നെ നടത്തും എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. മനസ്സിലാകുന്നു? നമ്മുടെ ഇന്നത്തെ പ്രസന്റ് ലൈഫിൽ, ഇന്നത്തെ സമയത്തും നമ്മൾ നോക്കിയിട്ട് പറയാൻ കഴിയണം, എന്നെ കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നു? സൗജന്യമായാണ് എന്നെ എന്ത് ചെയ്യുന്നത്? നീതീകരിക്കുന്നത്. മനസ്സിലാവും? ദൈവം മുമ്പാകെ ആ നീതീകരണം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു വലിയൊരു വില മുടക്കുകയോ കഷ്ടത അനുഭവിച്ച് ഞരങ്ങി ആ നീതി പ്രാപിക്കുകയോ ചെയ്യുമെന്നുള്ള ചിന്ത മനസ്സിൽ വന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചില ആൾക്കാർ അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഷ്ടത അനുഭവിച്ച് ഞരങ്ങി മാത്രമേ എനിക്ക് എന്ത് കിട്ടൂ? ദൈവിക നീതീകരണം ലഭിക്കൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് അബദ്ധമാണ്. യേശു കർത്താവ് നമ്മെ നീതീകരിക്കേണ്ടതിന് തൻ്റെ രക്തം വില മുടക്കിയെങ്കിൽ നമുക്കതെങ്ങനെയാ ലഭിക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്? സൗജന്യമായാണ് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നത്? നീതീകരിക്കുന്നത്. ആ കാര്യം മറക്കരുതേ. മറക്കില്ലല്ലോ? ശരി, അടുത്ത 22-ാം വാക്യം മുതൽ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എവിടെയാണ്? 25 എന്തുവാണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ എന്ത് ചെയ്തിരിക്കുന്നു? പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ദൈവത്തിന്റെ നീതീകരണത്തിന്റെ ഉള്ളിൽ വന്നാൽ അവിടെ ദൈവത്തിന്റെ ശിക്ഷ എന്ത് ചെയ്യേണ്ടി വരില്ല? അനുഭവിക്കേണ്ടി വരില്ല. കേട്ടോ? അതുകൊണ്ട്
ദൈവത്തിൻ്റെ നീതീകരണം ഞാൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ശിക്ഷിക്കപ്പെടണം എന്ന് ചിന്തിച്ച് കളയരുത്. ഞാൻ ശിക്ഷ അനുഭവിച്ച് എനിക്ക് എന്ത് കിട്ടും? പണ്ട് ഞാനൊരിക്കൽ ഒരു അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എന്ത് ചെയ്യുമായിരുന്നു, ഭയങ്കര ഗുണ്ടയെ പോലെ ഞാൻ നടക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഗുണ്ടയെ പോലെ നടക്കുമായിരുന്നു, എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ സമയത്ത് നല്ല പ്രായമായി കിടപ്പിലാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ദൈവം എന്നെ എന്ത് ചെയ്യുകയായിരിക്കും, ഈ ശിക്ഷ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം എന്നെ ഈ ഞരക്കം അനുവദിക്കുകയായിരിക്കുമെന്ന് പറയാനിടയായി. മനസ്സിലായി? ഇതുപോലെ എത്രയോ പേരെന്നറിയാം ഈ ദൈവവചന സത്യം അറിയാത്തത് കൊണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഈ കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ദൈവം പുറമേയിൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തമെന്ന് ചിന്തിക്കുമ്പോ എന്ന് പറയുമ്പോ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളത് പറഞ്ഞു അല്ലേ, ദൈവമേ ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ചെയ്ത എൻ്റെ സകല തെറ്റുകൾ എന്ത് ചെയ്യണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് നിൽക്കുമ്പോഴും, ഇന്ന് പ്രസന്റ് ലൈഫിൽ നിങ്ങൾ നിൽക്കുമ്പോഴും തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ പറയണം, ദൈവമേ എൻ്റെ കഴിഞ്ഞു ദിനങ്ങളിൽ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഈ തെറ്റ് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. മനസ്സിലാകുന്നു? കാരണം നമുക്ക് ഈ പ്രസന്റ് സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത തെറ്റുകൾക്ക് നമുക്ക് അനുതാപമുണ്ട് അല്ലേ, നമ്മൾ അനുതപിക്കുന്നുണ്ട്. ദൈവമേ എനിക്കത് അങ്ങനെ വരല്ലായിരുന്നു അല്ലേ, അങ്ങനെ തെറ്റിലേക്ക് ഞാൻ പോകാൻ പാടില്ലായിരുന്നു, കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചു പോയി, പക്ഷെ അതിന് പാടില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും അല്ലേ. പക്ഷെ ഈ ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ദിവസങ്ങളിലേക്ക് തിരികെ പോയി ഒരു ക്രമീകരണം പ്രാപിക്കുക സാധ്യമല്ല. നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ, നമുക്ക് ആഗ്രഹമുണ്ട്. എന്തോ ആഗ്രഹമുണ്ട്? പറ്റുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോയ എന്ത് ചെയ്ത് തന്നെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ ഞാൻ സൂക്ഷിച്ചെന്നെ എന്നൊരു ചിന്ത നമുക്കില്ലേ? ഞാൻ അത് സംഭവിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടേ ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കഴിഞ്ഞ കാലത്തിലേക്ക് പോയി ഇനി വീണ്ടും അതിനെ കറക്റ്റ് ചെയ്യുക സാധ്യമല്ല. ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രസന്റ് ലൈഫും വരുന്ന ദിനങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കറക്റ്റ് ചെയ്യാനായി കഴിയും. ഇന്നത്തെ ദിവസവും നാളുകളും നമ്മുടെ വരും നാളുകളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കാനായി കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്തത് പിശാചിൻ്റെ പല പ്രലോഭനങ്ങളാൽ പലതരത്തിൽ പിശാച് എന്ത് ചെയ്തിട്ടുണ്ട്, തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നിന്നിട്ട് എന്തുവാ ചെയ്യേണ്ടേ, പറയേണ്ട, ദൈവമേ എൻ്റെ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് എന്ത് ചെയ്യണമേ, ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്യും, സൗജന്യമായി നമ്മെ എന്ത് ചെയ്യും, നീതീകരിക്കും. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം എന്ത് ചെയ്യും, നമ്മെ ശിക്ഷിക്കാതെ നമ്മെ വിടും. മനസ്സിലാവും? ശിക്ഷിക്കാതെ വിടും. ഹല്ലേലൂയ. ശരി, അത് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? യേശുവിനാണ് അല്ലേ. നമ്മൾ 25 വാക്യം നോക്കി, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ എന്ത് ചെയ്തിരിക്കുന്നു, പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം അടുത്ത് നോക്കിയേ തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ. ശരി, മനസ്സിലാക്കണേ, ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസനത്തില് ദൈവം നീതിയുള്ള ന്യായാധിപതിയായിരിക്കുമ്പോ ദൈവത്തിന് നീതിയോടെ ശിക്ഷ വിധിക്കാതിരിക്കുക സാധ്യമല്ല അല്ലേ? ആണോ അല്ലേ? ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവം നീതിയുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ നീതിയുടെ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുമ്പോ താൻ നീതിമാനാണ്, അത് ശരിയാണ്. പക്ഷേ അവിടെ യേശു ചെയ്തത് എന്തെന്നറിയാമോ? നമുക്ക് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, 26 അല്ലേ, 26 താൻ നീതിമാനും അടുത്ത് നോക്കി യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തൊട്ട് മുകളിൽ നോക്കി 25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീതിമാനാണ്. പക്ഷെ കർത്താവ് ചെയ്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ചെയ്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിക്ഷ, നീതിയോടെയുള്ള ദൈവത്തിന്റെ വിധിയുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ശിക്ഷ, അത് ആരുടെ മേൽ ഏറ്റെടുത്തു? കർത്താവായ യേശുവിൻ്റെ മേൽ നൽകി ക്രൂശിൽ അതിൻ്റെ ശിക്ഷ മുഴുവൻ
യേശു വഹിച്ചതായി ആ ക്രൂശിനെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? പരസ്യമായി എന്ത് ചെയ്യുകയാണ്? നിർത്തിയിരിക്കുകയാണ്. ആ ക്രൂശിനെ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വരച്ച് കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ താൻ നീതിമാനാണ്, നീതിയോടെ ശിക്ഷ വിധിച്ചു. പക്ഷെ ആരുടെ മേൽ വിധിച്ചു? യേശുവിൻ്റെ മേൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് എൻ്റെ ദൈവം എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടവനായി സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവകൃപയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് എന്ത് ചെയ്തു? കൃപയും ഭാഗ്യവും തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കുറ്റമനസാക്ഷിയിലും ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാത്ത മനോഭാവത്തിലും ദയവായി എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് കൊണ്ടുപോകരുത്. മുന്നോട്ട് ദൈവത്തോടുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കി, ദൈവത്തോടുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ദൈവത്തോട് പറ്റി നിൽക്കുക, അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. റോമർക്ക് എഴുതിയ ലേഖനം ആ വാക്യം വായിക്കാവോ? വെച്ചിട്ട് വാക്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലയോ? റോമർ 5:6 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. റോമർ 5:6 മുതൽ. നാം ബലഹീനമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ എന്ത് ചെയ്യുന്നു? പ്രദർശിപ്പിക്കുന്നു. അല്ലെ? അടുത്ത, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി എന്ത് ചെയ്യും? കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അടുത്ത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുകയും ചെയ്യുന്നു. സന്തോഷമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിന്റെ കീഴിലല്ല? ദൈവിക കോപത്തിന്റെ കീഴിലുമല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കണം. മനസ്സിലാവുന്നു? ദൈവം എന്നോട് എന്ത് ചെയ്യുന്നില്ല? കോപിച്ചിരിക്കുകയല്ല. ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട് എന്ന് അവരെന്ത് ചെയ്യുക? ഏറ്റുപറ. കാരണം താൻ തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ വായിച്ചത്? എന്തുവാണ് യേശു എന്തുവാ പ്രദർശിപ്പിച്ചേ? തൻ്റെ സ്നേഹത്തെ, നമ്മോടുള്ള സ്നേഹത്തെ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? പ്രദർശിപ്പിക്കുകയായിരുന്നു. ശരി, നിങ്ങൾ ഞാനിത് അനുഭവിക്കുമ്പോഴാണ്, ഈ സ്നേഹത്തിൻ്റെ മാധുര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടാൻ അനുവദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ മാധുര്യം നിങ്ങൾ രുചിച്ചറിയുന്നത്. മനസ്സിലായി? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ മറഞ്ഞ് ഈ വാക്യങ്ങൾ പ്രകാരം ആ നീതീകരണത്തിൻ്റെ ആ സന്തോഷം അല്ലെ? കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മെ നീതീകരിക്കാൻ കാരണമായ കർത്താവിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രശംസിക്കുമെന്നാണ് പറയുന്നത് അല്ലെ? സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. അവിടെ ദൈവം എന്തല്ല? നിങ്ങളോട് കോപിച്ചിരിക്കുകയല്ല. ദൈവത്തോട് നിങ്ങൾ നിരപ്പ് പ്രാപിച്ചുവെങ്കിൽ, ദൈവത്തോട് അടുത്ത് ചെന്നുവെങ്കിൽ, ദൈവത്തോട് നിങ്ങൾ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് അടുത്ത് ചെന്നുവെങ്കിൽ നിശ്ചയമായി ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വീകരിച്ചിരിക്കുന്നു, തൻ്റെ മാറോട് അണച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ദയവായി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ഉറപ്പോടെ, എൻ്റെ കർത്താവ് എന്നെ സ്വീകരിക്കും, എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ മറവിൽ എന്നെ മറയ്ക്കും, എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കൃപയിൽ എന്നെ പണിത് ഞാൻ ഇനി താഴേക്ക് വീഴാനല്ല, ദൈവം എന്നെ കൃപയിൽ എന്ത് ചെയ്യും? കൈപിടിച്ച് പടികൾ ചവിട്ടിക്കയറാൻ, ദൈവം വച്ചിരിക്കുന്ന ദൈവകൃപയിൽ ഉയർന്നു വരാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറയാൻ, എൻ്റെ ആ കൃപ എൻ്റെ മേൽ പകരുമെന്ന് പറയാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ സമയം നിങ്ങൾ ദൈവകൃപയിൽ മുന്നേറുന്നവർക്കായി സ്തോത്രം. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം പടിപടിയായി കയറുവാൻ ദൈവം കൃപ തരേണ്ടതുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം കൃപ പകരട്ടെ. നിങ്ങളുടെ ഏതെങ്കിലും കാലിടറിയ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വിഷമത്തിൻ്റെ നടുവിലാണെങ്കിൽ ദൈവം നിങ്ങളെ എഴുന്നേറ്റ് നിർത്തുമാറാക്കി ദൈവകൃപയിൽ മുന്നേറാൻ ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. നമ്മൾ ഈ റോമർ 8:1 പറയുന്നത് പോലെ ഒന്ന് വായിച്ചേ. റോമർ 8:1 വായിച്ചേ.
അതുകൊണ്ട് ആ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആ ഒരു ഒരു അങ്ങനെ എന്തുവാണ്? അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ളവർക്ക് ആ ഒരു ശിക്ഷാവിധിയും ഇല്ല. ശരി, നമ്മൾ ഇത്രയും നേരം ദൈവവചന സന്ദേശം പറഞ്ഞതിൽ ഇനിയും കുറച്ചുകൂടെ ഇതിൻ്റെ അകത്തുണ്ട്. കഴിയുമെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ ഞാനിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് ആഡ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ ഈ ദൈവവചന ക്ലാസ്സുകൾ നിങ്ങൾ യേശുക്രിസ്തുവിലൂടെ തന്നെ ദൈവം നീതീകരിക്കുന്നുള്ള ഈ ക്ലാസ്സുകൾ, ഈ 3 സെക്ഷനുകൾ, ഇനി 2 സെക്ഷൻ ഇപ്പോൾ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പ് നൽകേണ്ടതിനും നിങ്ങളെ പണിയേണ്ടതിനും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ആ നീതി എന്ന കവചം ധരിക്കുന്നവരായി, മനസ്സിലാവുന്നുണ്ട്, ധൈര്യത്തോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് പറഞ്ഞ കർത്താവിനെ തുറണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കാം. ആ സമയം കർത്താവ് തന്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാവോ? ശരി, പ്രാർത്ഥിക്കാവോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ യേശോപ്പ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് പഠിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല കൃപയ്ക്കും അവസരത്തിനായി നന്ദി യേശോപ്പ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗീയ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവികമാകുന്ന ജ്ഞാനവും ശുദ്ധീകരണവും നീതീകരണവും വീണ്ടെടുപ്പും ജീവിതങ്ങളുടെ മണ്ഡലങ്ങളിൽ പകരപ്പെടേണ്ടവണ്ണം പകരപ്പെടുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സമയം യേശു കർത്താവെ, അങ്ങയുടെ പൊന്നു കരം നീട്ടിയാലും, രക്ഷിക്കേണ്ട സ്ഥലത്ത് രക്ഷിച്ചാലും, വിടുവിക്കേണ്ട സ്ഥലത്ത് വിടുവിച്ചാലും, ബന്ധനങ്ങളെ തകർത്ത് കളഞ്ഞാലും, ദൈവഹിതമല്ലാത്ത മോഹങ്ങൾ, വശീകരണങ്ങൾ, ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ, ദൈവഹിതമല്ലാത്ത കുരുക്കുകളിൽ നിന്ന് അങ്ങയുടെ ജനത്തെ വിടുവിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മുന്നേറാൻ അങ്ങ് സഹായിച്ചാലും, ഏതെങ്കിലും മേഖലയിൽ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവകൃപയിൽ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ കർത്താവെ, അങ്ങയുടെ കൃപയും ദയയും മനസ്സലിവും അത് വലുതാകയാൽ, പ്രിയേശോപ്പ, അങ്ങയുടെ സ്നേഹം അത് മാറാത്തതാകയാൽ, അങ്ങയുടെ കൃപയാലും യേശുവിലൂടെ നൽകുന്ന നീതീകരണത്താലും അങ്ങയുടെ ജനത്തെ ആ സകല തടസ്സങ്ങളിൽ നിന്നും വിടുവിച്ച്, സകല പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവകൃപയിലേക്ക് യഥാസ്ഥാനപ്പെടാൻ, ദൈവകൃപയുടെ മാധുര്യത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാവരെയും സഹായിച്ചാലും ഒന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പ്രിയ യേശോപ്പ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ ക്ലാസ്സുകളിൽ കർത്താവെ, ഇന്ന് പങ്കെടുക്കാൻ കഴിയാതെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഈ ക്ലാസ്സിനെ വീണ്ടും വാച്ച് ചെയ്യുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും അങ്ങയുടെ ദയ പകരണമേ, കൃപയെ പകരണമേ, മനസ്സലിവിനെ പകരണമേ, അങ്ങയുടെ ദയ പകരണമേ. ഹല്ലേലൂയ. റേഖമന ശബരബ റിബരബ ലദരബ. ദൈവത്തിന്റെ ദയ അത് ദീർഘമാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നപ്പ, ആ ദീർഘമായ ദൈവകൃപ യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും പകരപ്പെടട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ദൈവകൃപയിൽ ബലപ്പെടുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ബലപ്പെടുവാൻ എല്ലാവരെയും അങ്ങ് സഹായിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരം വെച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആഗ്രഹമുണ്ടായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെയും കർത്താവിൻ്റെ പൊന്നു കരം നീട്ടി അങ്ങ് അനുഗ്രഹിച്ചാലും, അങ്ങയുടെ കൃപയുടെ മറവിൽ അങ്ങ് മറച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.